ഹലോ ഗേസ്, പനിയൊക്കെ കുറച്ച് കുറവുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ചുമയും ജലദോഷമൊക്കെയാണ്. പനി അങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടൊന്നുമില്ല. കൂടുതലായിട്ട് നമുക്കിപ്പോൾ പനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന. പനിയുണ്ട്, പക്ഷെ തലവേദനയാണ്. ഫുള്ള് നല്ല കണ്ണിൻ്റെ സൈഡും അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിനും നല്ല വേദനയാണ്. ഇപ്പോഴത്തെ പനി നല്ല വേദന, തല പൊന്തിക്കാനേ പറ്റില്ല. സൗണ്ട് കേൾക്കാനും നമുക്ക് പാത്രം വീഴുന്ന ശബ്ദം തന്നെ കേൾക്കാൻ പറ്റത്തില്ല. അത്രക്ക് നമ്മൾ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് കൂടുതൽ കാറ്റുകൊള്ളാൻ തോന്നും. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ വിയർത്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ വായ നല്ലോണം കയ്പ്പ് അനുഭവപ്പെടും. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എൻ്റെ ഫേസ് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പനി പെട്ടെന്ന് തന്നെ മാറിയിട്ടില്ല എന്നുള്ളത്. പനി മാറിയിട്ടില്ല, എന്നാലും റിക്കവർ ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനേൻ്റെ ഫലം തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ജലദോഷമുണ്ട്, അതിന് ഞാൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന സമയങ്ങളിലൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ശരീരം ബിൽഡായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ മരുന്ന് മാത്രം പോരാ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തു നിന്നുള്ള ശക്തി, അതായത് പ്രാർത്ഥനയുടെ ഫലം കൂടി തീർച്ചയായിട്ടും വേണമെന്ന് പറയാറില്ലേ ഡോക്ടർമാർ. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പനിയുടെ അവസ്ഥ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങണ തന്നെ. ഇന്ന് ഞാൻ കുളിച്ച് തലയൊക്കെ നനച്ച് കുളിച്ച് ഫ്രഷായി. എന്നാലും പിന്നെ കുളിച്ച് കഴിഞ്ഞാലും വീണ്ടും ഇതേപോലെ തല ഇങ്ങനെ വിയർത്തുകൊണ്ടേയിരിക്കും. കണ്ട നെറ്റിയൊക്കെ കണ്ടില്ല വിയർക്കുന്നത്, ഇതേപോലെ വിയർത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ പനിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് കുളിക്കാൻ തോന്നും. അത്രക്ക് പനി, ഒരു വൈറൽ ഫീവർ പോലെയാണ്. ഇത് അങ്ങ് മാറുന്നില്ല. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആൾക്ക് റിപ്പീറ്റേഷനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇതിൽ നമ്മൾ കഞ്ഞി കഴിക്കുക, ചോറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. മധുരമുള്ളത്, അങ്ങനെയുള്ള മധുര ഐറ്റംസ്, ബ്രെഡ്, ബെന്ന്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുക. നാവ് ഏറ്റവും കൂടുതൽ കശിപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗായ്സ്. അപ്പോൾ ബൈ, സീ യു.